നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങൾ UDF-മായി ബന്ധപ്പെട്ട റീലുകൾ വല്ലാതെ അങ്ങ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ചാണ്ടിയുമ്മന്റെ വരവ്. രണ്ട്, ഷാഫിയോട് സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ ഷാഫിയോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ. മൂന്ന്, VD സതീശന്റെ ഫ്യൂച്ചർ ഓഫ് കേരള എന്നുള്ള അഭിമുഖത്തിൽ നിന്നും വരുന്ന ചില ഭാഗങ്ങൾ. ഇതെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. പ്രധാനമായും ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിനെ കണ്ട് നേരിട്ട് കെട്ടിപ്പിടിച്ച ഒരു വ്യക്തി ഷാഫിയോട് പറയാണ്, ഷാഫി, നമുക്ക് നമ്മുടെ കോൺഗ്രസിനെ തിരിച്ചു പിടിക്കണം എന്നുള്ളത്. സത്യത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് ഡു ഓർ ഡൈ തന്നെയായിരുന്നു. നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ജനഹൃദയങ്ങളിൽ നിന്നും ഒരിക്കൽ പോലും പുറത്തേക്കല്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനുള്ള, അങ്ങനെ ചുവട് ഓരോന്നും വെക്കുന്ന ചുവടും ശക്തമാണ് എന്ന് കോൺഗ്രസിന് തന്നെ ബോധ്യപ്പെടുത്തുന്ന പല അണികളും കോൺഗ്രസ് വിട്ടു പോകാൻ, കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ല എന്ന് പറയുമ്പോഴും കോൺഗ്രസ് പഴയതിനേക്കാൾ കൂടുതൽ ശക്തമാണ് എന്ന് അണികൾക്കിടയിൽ പോലും ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലുള്ള ആ ഒരു ആവേശം കൊണ്ടുവരാൻ വേണ്ടി കൂടിയുള്ള തെരഞ്ഞെടുപ്പായിരുന്നു ഇപ്പോൾ കഴിഞ്ഞു പോയത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തരംഗം തന്നെയാണ്. കോർപ്പറേഷനുകളിൽ ചരിത്ര വിജയം നേടിയ മുന്നണി നഗരസഭകളിലും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും ഇടതുമുന്നണിയെ മലർത്തിയടിച്ചുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതായത് ഷാഫിയോടുള്ള സാധാരണക്കാരുടെ ആവശ്യവും അത് തന്നെയായിരുന്നു. ഷാഫിക്ക, നമുക്ക് വേണ്ടേ, നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ എന്നുള്ളത്. ഷാഫി, VD സതീശൻ, ചാണ്ടിയുമ്മൻ, അതുപോലെ തന്നെ വിശ്വനാഥ് തുടങ്ങിയ യുവതാരങ്ങൾ ഇറങ്ങുകയും കൃത്യമായി തന്നെ പണിയെടുക്കുകയും ചെയ്തതിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള, പ്രത്യേകിച്ചും തെക്കൻ ജില്ലകളിലൊക്കെ തന്നെ ഷാഫി ഇറങ്ങി വരാത്ത സ്ഥലങ്ങളില്ലായിരുന്നു എന്ന് വേണം പറയാൻ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അതങ്ങനെ കത്തി നിൽക്കുമ്പോഴും CPM പരമാവധി കത്തിച്ചു നിർത്തിയപ്പോഴും ഷാഫി പറമ്പിൽ കൃത്യമായി തന്നെ വന്നു. അവിടെ ഒരിടത്തും രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട ചോദ്യം അവർ നേരിട്ടില്ല. പക്ഷെ മാധ്യമങ്ങൾ വിടാതെ പിന്തുടർന്ന ഷാഫിയോട് രാഹുലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നു. മിന്നും ജയത്തോടെ 4 കോർപ്പറേഷനുകളിലാണ് UDF ഭരണം ഉറപ്പിച്ചത്. മുനിസിപ്പാലിറ്റികളിലും ത്രിതല പഞ്ചായത്തുകളിലും UDF തന്നെയാണ് മുന്നിൽ. ജില്ലാ പഞ്ചായത്തുകളിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ് നിന്നത്. ഇപ്പോഴില്ലെങ്കിൽ ഇനി ഇല്ല എന്ന കൃത്യമായി ബോധ്യപ്പെട്ട് മനസ്സിൽ കുറിച്ചായിരുന്നു തദ്ദേശ പോരിൽ UDF-ന്റെ പ്രചരണം. തദ്ദേശത്തിൽ തോൽവി കേരള ഭരണത്തിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യതകളെ തകർക്കുമെന്നും മൂന്നാമതും പ്രതിപക്ഷത്തായാൽ പിന്നെ രാഷ്ട്രീയ വനവാസമായിരിക്കും, ജയിച്ചേ തീരുമെന്ന് ഉറപ്പിച്ച UDF-കാരെല്ലാം പ്രചരണത്തിന് കയ്യും മെയ്യും മറന്നിറങ്ങി. മാത്രമല്ല, പതിവിലും വിപരീതമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ അവർ അവരുടെയുള്ള തദ്ദേശ നിലകളിലെ എല്ലാ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി. പണ്ടത്തെ പോലെ തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥികളെ കൃത്യമായി തീരുമാനിച്ചു. സംഘടനാ ശക്തി ഇല്ലാത്തിടത്ത് ഉള്ളവർ ഒറ്റയ്ക്കെങ്കിലും വോട്ട് തേടി വീട് കയറി. പണവും ആളുമില്ലെന്ന് ആരും പരാതി പറഞ്ഞതുമില്ല. അക്ഷരാർത്ഥത്തിൽ ജീവൻ മരണ പോരാട്ടമായിരുന്നു UDF-ന് തദ്ദേശ തെരഞ്ഞെടുപ്പ്. തോറ്റുപോയ UDF സ്ഥാനാർത്ഥികൾക്ക് പോലും ആഹ്ലാദിക്കാൻ കഴിയുന്ന മിന്നും ജയം മുന്നണി നേടി. കാരണം പഴയതിനേക്കാൾ വോട്ട് അധികം കൂട്ടാൻ അവർക്ക് സാധിച്ചു. 2010-ന് സമാനമായ വിജയ തരംഗം തദ്ദേശ ചരിത്രത്തിൽ UDF മികച്ച ജയം നേടിയ 2010-ന് സമാനമായ തരംഗം. അന്ന് പോലും ഇല്ലാതിരുന്ന വമ്പൻ നേട്ടമാണ് കോർപ്പറേഷനുകളിൽ കണ്ടത്. കണ്ണൂർ നിലനിർത്തിയ മുന്നണി കൊച്ചിയും തൃശൂരും വ്യക്തമായ ഭൂരിപക്ഷത്തിൽ തിരിച്ചുപിടിച്ചു. മാത്രമല്ല, CPM-ന്റെയും CPI-യുടെയും ചെങ്കോട്ട കണ്ണൂരിനേക്കാൾ ഒരു പടി മുകളിലാണ് കൊല്ലത്തെ ശക്തി എന്ന് പറയുന്നത്. ആ ശക്തി കേന്ദ്രത്തിൽ പോലും ഒരുപക്ഷെ കോൺഗ്രസ് പോലും വിചാരിക്കാത്ത അത്രയും മികച്ച ഒരു വിജയം കോൺഗ്രസിന് കൊല്ലത്ത് നേടാൻ സാധിച്ചത് കോൺഗ്രസിന്റെ വിജയത്തിന് മിന്നും കുടീരം ഉയർത്തുന്നു എന്ന കാര്യത്തിൽ, പൊൻതൂവൽ കൂടി വെക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതിലുമേറെ ആഹ്ലാദ ചരിത്രത്തിൽ ആദ്യമായി തന്നെ കൊല്ലത്ത് മുന്നിലെത്തി എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പോയിന്റ്, അല്ലെങ്കിൽ ഐസിംഗ് ഓഫ് ദ കേക്ക് എന്ന് പറയുന്നത്. കോഴിക്കോട് വ്യക്തമായ ഭൂരിപക്ഷം കൊടുക്കാതെ LDF-നെ പിടിച്ചു നിർത്തി തിരുവനന്തപുരത്തെ സീറ്റ് ഏതാണ്ട് ഇരട്ടിയോളമാക്കി. 2010-ലേതിനെ പോലെ നഗരസഭകളിൽ മുന്നണി 2010 നേടിയ 582 ഗ്രാമപഞ്ചായത്തുകളിലേക്ക് എത്തിയില്ല എങ്കിലും 500 കടന്ന ജയം. 349 ഇടത്താണ് നിലവിൽ ഭരണം ഉണ്ടായിരുന്നത്. ഇരട്ടിയിലധികം ബ്ലോക്കുകളിൽ ഭരണത്തിലെത്തി. ജില്ലാ പഞ്ചായത്തിൽ 8, 6 എന്ന 2010 ചരിത്രം ആവർത്തിച്ചില്ല. പക്ഷേ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം 2020-ൽ 3 ആയിരുന്നുവെങ്കിൽ 7 ആക്കി. ഇപ്പോൾ തോറ്റിടത്ത് സീറ്റ് കൂട്ടി. തദ്ദേശം കടന്ന് നിയമസഭയിലേക്ക് പോകുമ്പോൾ UDF-ന് അതിന്റെ പ്രതീക്ഷ ഉയർത്തുന്നതാണ് ജില്ലാ പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും നേട്ടം. പത്തനംതിട്ട മുതൽ എറണാകുളം വരെ ജില്ലകളിലെ ആധികാരിക ജയം.
വഴുതിപ്പോയ ഓരോ വോട്ടുകൾ തിരികെ വരുന്നുവെന്നതിന്റെ സൂചന. സഭകളുമായി മുന്നണി നേതൃത്വം നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള മുഖ്യ പ്രചാരണ വിഷയമാക്കിയതിന്റെ വോട്ട് പങ്കും മുന്നണിക്ക് കിട്ടി. PM ശ്രീ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് CPM-നെതിരെ BJP ബന്ധ ആരോപണം കടുപ്പിച്ചതും UDF-ന് വോട്ട് പാലമായി മാറി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് പ്രചരണത്തിൽ പ്രതിരോധത്തിലാക്കിയെങ്കിലും അതിന്റെ ആഘാതത്തിനും മേലായി ഭരണവിരുദ്ധ വികാരം. എന്തായാലും ഇപ്പോഴും ഭരണവിരുദ്ധ വികാരമില്ല എന്ന് CPM-ന്റെ ആ ഒരു നിരീക്ഷണത്തിന് മേൽ വെക്കാവുന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ വിജയം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഷാഫി, നമുക്ക് തിരികെ പിടിക്കണ്ടേ ഈ കോൺഗ്രസ് എന്ന സാധാരണക്കാരന്റെ ചോദ്യത്തിന് ഉള്ള ഒരു ഉത്തരം കൂടിയായിരുന്നു ഈ വിജയം.